എജ്യുഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും കേരള PSCയുടെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന 100 ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അടിത്തറ പാകിയ യുദ്ധം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട വിദേശ ശക്തികൾ. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്, ഫീമർ. തുടയെല്ലാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഡച്ചുകാരുടെ സസ്യശാസ്ത്ര സംബന്ധിയായ ഏറ്റവും വലിയ സംഭാവനയായ ഗ്രന്ഥത്തിൻ്റെ പേര്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭുവായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവുമായിരുന്നു വാസ്കോ ഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന നിരീക്ഷണം ദാദാഭായ് നവറോജി അവതരിപ്പിച്ച സിദ്ധാന്തം ചോർച്ചാ സിദ്ധാന്തം. ചോർച്ചാ സിദ്ധാന്തത്തിലൂടെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന നിരീക്ഷണം ദാദാഭായ് നവറോജി അവതരിപ്പിച്ചത്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലായിട്ടായിരുന്നു മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1857 കലാപം ആരംഭിച്ചത് മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നുമായിരുന്നു 1857 കലാപം ആരംഭിച്ചത്. ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളരസന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഗോളരസന്ധിയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായി. റാണി ലക്ഷ്മിഭായി ആയിരുന്നു ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ KS മണിലാൽ. ഡോക്ടർ KS മണിലാൽ ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് അസ്ഥിസന്ധി. അസ്ഥിസന്ധി എന്നാണ് രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത്. ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാകുക? 300. ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികളാണ് ഉണ്ടാകുക. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് താന്തിയോ തോപ്പി. നാനാ സാഹിബും
താന്തിയോ തോപ്പിയുമായിരുന്നു കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം നൽകിയത്. മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള അക്ഷരങ്ങൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. ഡച്ചുകാർക്കെതിരെ കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. കുളച്ചൽ യുദ്ധം നടന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധുമിത്ര. ദീനബന്ധുമിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. 1764 ബക്സാർ യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? ബ്രിട്ടീഷുകാർ. 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരായിരുന്നു ജയിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ. റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്. തോമസ് മൺറോയും അലക്സാണ്ടർ റീഡുമായിരുന്നു റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖർ ആരെല്ലാമാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ എന്നിവരായിരുന്നു ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖർ. ഇവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട. കൊച്ചിയിലെ മാനുവൽ കോട്ടയാണ് ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ട. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണ് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മധ്യകർണത്തിൽ കാണപ്പെടുന്ന 3 ചെറിയ അസ്ഥികളിൽ ഒന്നാണ് സ്റ്റേപ്പിസ്. ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളത്? 32 അസ്ഥികൾ വീതമാണ് ഓരോ കൈയിലും ഉള്ളത്. ഉദയംപേരൂർ സൂന്നഹദോസ് നടന്നത് ഏത് വർഷം? 1599. ഉദയംപേരൂർ സൂന്നഹദോസ് നടന്നത് 1599 റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ? ദക്ഷിണേന്ത്യ, ഡക്കാൻ. ദക്ഷിണേന്ത്യയിലും ഡക്കാനിലുമായിരുന്നു റയറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരായിരുന്നു കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട ഏതാണ്? ഫോർട്ട് വില്യം. ഫോർട്ട് വില്യമാണ് ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോട്ട. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് BSIയുടെ സെൻട്രൽ ബൊട്ടാണിക്കൽ ലാബോറട്ടറി പുനഃസംഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായി നിയമിതയായത് ഡോക്ടർ EK ജാനകി അമ്മാൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് BSIയുടെ സെൻട്രൽ ബൊട്ടാണിക്കൽ ലാബോറട്ടറി
പുനഃസംഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ഡയറക്ടറായി നിയമിതയായത് ഡോക്ടർ EK ജാനകി അമ്മാളായിരുന്നു. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഖ്ബാൽ ദുറാനി രചിച്ച കൃതി ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി. ഗാന്ധി സെ പെഹ്ലെ ഗാന്ധി എന്ന കൃതിയാണ് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇഖ്ബാൽ ദുറാനി രചിച്ച കൃതി. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർ. കർണാട്ടിക് യുദ്ധങ്ങളിൽ അന്തിമ വിജയം ബ്രിട്ടീഷുകാർക്ക് ഒപ്പമായിരുന്നു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി. തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ല്. കീഴ്ത്താടിയെല്ലാണ് തലയോട്ടിയിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥികളാണുള്ളത്? 31 അസ്ഥികൾ. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ 31 അസ്ഥികളാണ് ഉള്ളത്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരായിരുന്നു? ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസി ആയിരുന്നു മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് എന്താണ്? മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനം. മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനം മൂലമാണ് ശബ്ദം കേൾക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമനായിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപമായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചി, ഗോവ, ദാമൻ, ദിയു. കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളായിരുന്നു പോർച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകൾ ഏതൊക്കെയായിരുന്നു? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ വൻകരകളായിരുന്നു വാസ്കോഡ ഗാമ പിന്നിട്ട വൻകരകൾ. ബീഹാറിലെ ആറയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കൺവർ സിംഗ്. കൺവർ സിംഗ് ആയിരുന്നു ബീഹാറിലെ ആറയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു ആയിരുന്നു ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപം. 1806 നടന്ന തമിഴ്നാട്ടിലെ വെള്ളൂർ കലാപമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം. 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു 1857 കലാപത്തെ തുടർന്ന് ഡൽഹി ചക്രവർത്തിയായത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത് ഖാൻ. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമായിരുന്നു ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമായിരുന്നു വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്. വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിവയായിരുന്നു വാസ്കോഡ ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരാൻ ഉപയോഗിച്ച കപ്പലുകൾ. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്? 12 ജോഡി. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്.
പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൻ്റെ നവാബ് ആരായിരുന്നു? സിറാജുദ്ദൗല. സിറാജുദ്ദൗലയായിരുന്നു പ്ലാസി യുദ്ധത്തിൽ ബംഗാളിൻ്റെ നവാബ്. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം 1948. 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്നാണ് കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലായിട്ടായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച്. നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറോച്ച് എന്നിവയായിരുന്നു ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ. റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ച വർഷം 1895. 1895 റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത്. മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയായിരുന്നു മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ്. കൂനൻ കുരിശു സത്യം നടന്ന വർഷം 1653. 1653 കൂനൻ കുരിശു സത്യം നടന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ് മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായി ഇന്ത്യയിൽ ആചരിക്കുന്നു? ജൻജാതീയ ഗൗരവ് ദിവസ്, ഗോത്രാഭിമാന ദിനം. ജൻജാതീയ ഗൗരവ് ദിവസമായിട്ടാണ് ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഇന്ത്യയിൽ ആചരിക്കുന്നത്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം നട്ടെല്ല്. നട്ടെല്ലാണ് സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 14. അനുച്ഛേദം 14 ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പ് വരുത്തുന്ന അനുച്ഛേദം. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം കോൺറാഡ് റോൺജൻ. വില്യം കോൺറാഡ് റോൺജനാണ് എക്സ്റേ കണ്ടുപിടിച്ചത്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് കശേരുക്കൾ. കശേരുക്കൾ എന്നാണ് നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര്. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ആനന്ദമഠമാണ് 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്രധാന യുദ്ധം ഏതായിരുന്നു? ബക്സാർ യുദ്ധം. 1764 ബക്സാർ യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായ രാഷ്ട്രീയ സാമ്പത്തിക ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ പ്രധാന യുദ്ധം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യ വനിതാ പ്രതിനിധി. അസ്ഥികൂടത്തിൻ്റെ 2 പ്രധാന പ്രവർത്തനങ്ങൾ ഏവ? ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുക. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക കൂടാതെ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുകയുമാണ് അസ്ഥികൂടത്തിൻ്റെ 2 പ്രധാന പ്രവർത്തനങ്ങൾ. വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം 1498. 1498 വാസ്കോഡ ഗാമ കോഴിക്കോടിലെ കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. രാജാറാം മോഹൻ റോയിയുടെ ജന്മസ്ഥലം ഏതാണ്? ബംഗാൾ. ബംഗാളാണ് രാജാറാം മോഹൻ റോയിയുടെ ജന്മസ്ഥലം. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയായിരുന്നു
കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച നോവൽ ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ എന്ന നോവലാണ് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച നോവൽ. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൻ്റെ പേര് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൻ്റെ പേരാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ: ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ. ഉയർന്ന നികുതി നിരക്ക്, നിർബന്ധിത നികുതി, കർഷകരിൽ നിന്നും നേരിട്ടുള്ള നികുതി പിരിവ്, നികുതി നൽകാതിരുന്നാൽ കൃഷിഭൂമി പിടിച്ചെടുക്കൽ എന്നിവയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഭവാനി പഥക്, മജ്നു ഷാ. ഭവാനി പഥക്കും മജ്നു ഷാവുമായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്ച കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് TH ബേബർ. TH ബേബറിൻ്റെ വാക്കുകളാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്നത്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിര നട്ടെല്ല്. നട്ടെല്ലാണ് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിര. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലാകെ 206 അസ്ഥികളാണ് ഉള്ളത്. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ബംഗാളി ഭാഷയിലുള്ള സമ്പദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലായിരുന്ന മിറാത്തുൽ അക്ബറുമായിരുന്നു രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ്? എക്സോസ്ഫിയർ ആണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.